പനമുറിച്ച് കഷ്ണങ്ങളാക്കി അതിൽ നിന്ന് പൊടിയുണ്ടാക്കി ആ പൊടി ഉപയോഗിച്ച് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്ന പഴയ കാലം ഓർമ്മയുണ്ടോ? ആ കാലത്തെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് കോഴിക്കോട് പെരുവയൽ സ്വദേശി മുരളീധരൻ. പെരുവയൽ അങ്ങാടിയിൽ രാവിലെ മുതൽ രാത്രി വരെ പനംപൊടി കച്ചവടം പൊടിപൊടിക്കുകയാണ്. അന്നമില്ലാത്ത കാലത്തെ അന്നമെന്ന് പഴയ തലമുറ പറയുന്ന ഈ പനംപൊടിയെക്കുറിച്ച് അറിയുന്ന എത്ര ആളുകൾ ഈ പുതിയ തലമുറയിലുണ്ട്? ഒരു കാലത്ത് എത്രയോ ആളുകളുടെ വിശപ്പടക്കാനുള്ളൊരു വഴിയായിരുന്നു ഈ പനംപൊടി. നമ്മളൊക്കെ പുസ്തകത്തിൽ വായിച്ചോ അല്ലെങ്കിൽ കേട്ടോ ഉള്ള അറിവായിരിക്കും. എന്നാൽ ആ രുചിയെ പുതിയ തലമുറയ്ക്ക് പഴമയുടെ അതേ തനിമയോടെ എത്തിക്കുകയാണ് പെരുവയലുകാരനായ മുരളിയേട്ടൻ. പഴയ തലമുറയ്ക്ക് ഒരു തിരിച്ചുപോക്കും പുതുതലമുറയ്ക്ക് കൗതുകവുമാണ് മുരളീധരന്റെ പനംപൊടി നിർമ്മാണവും വിൽപ്പനയും. കിണർ നിർമ്മാണ തൊഴിലാളിയായിരുന്ന മുരളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആ ജോലി തുടരാൻ പറ്റാതെയായി. അതോടെ ഒരു കാലത്ത് തന്റെ പട്ടിണി മാറ്റിയ പനംപൊടി തന്നെ ജീവിതമാർഗമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒരു പനംപൊടി വരുമ്പോൾ മുറിച്ച് കൊണ്ടുവരണം. മുറിച്ച് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണാക്കിയാൽ കീറണം. കീറി കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ പീസാക്കണം. ആ പീസ് ഇങ്ങനെ ചെറിയ കഷ്ണാക്കി തറച്ചിട്ട് ഇതിനി വെയിൽ കൊള്ളിക്കണം. നല്ല വെയിൽ കൊണ്ട് 2-3 ദിവസം വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ല ഉണക്കാവും. ഉണക്കായി കഴിഞ്ഞാൽ മില്ലിൽ കൊണ്ടുപോയി മെഷീനിൽ പൊടിക്കും. പൊടിച്ച് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ തരിപ്പയിൽ തരിക്കും. ആ തരിച്ച് കഴിഞ്ഞിട്ടാണ് പാക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ദിവസവും നിരവധി പേരാണ് പനംപൊടിയുടെ രുചി വാങ്ങാൻ മുരളിയുടെ അടുത്തെത്തുന്നത്. ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം പൊടിയാക്കിയും കഷ്ണങ്ങളാക്കിയും വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു. പന ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പന മുറിച്ചിട്ട് അതിൻ്റെ വെട്ടിയിട്ട് കഷ്ണാക്കിയിട്ടൊക്കെ ഞങ്ങൾ ഉരലിൽ ഇടിച്ചുകാണ്ട് ഉമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം നമ്മളിത് അങ്ങനെ ആരും കാണുന്നില്ല, ഇതൊന്നുമില്ല. പനംകുറുക്ക്, ഹൽവ, പുട്ട്, അട, പായസം അങ്ങനെ പനംപൊടി കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. പനനൂറ് കഴിച്ചാൽ പന പോലെ വളരുമെന്ന പട്ടിണിക്കാലങ്ങളിലെ പഴഞ്ചൊല്ലിൽ ഒട്ടും പതിരില്ലെന്ന് തന്നെ പറയുകയാണ് മുരളി. ക്യാമറമാൻ നിതിൻ ഗോപിക്കൊപ്പം ദൃശ്യ പുതിയടത്ത്, മീഡിയ 1, കോഴിക്കോട്.